ഭർത്താവ് വേണ്ട, ഭർത്താവിൻ്റെ വീട്ടുകാർ വേണ്ട, ഭർത്താവിൻ്റെ കൂടെ താമസിക്കേണ്ട എന്ന ഭർത്താവിൻ്റെ പൈസ വേണം മക്കളെ നോക്കാനായിട്ട്. എന്ത് പരിപാടിയാണത്? എനിക്ക് ഈ സ്ത്രീകളോട് ചോദിക്കാനുള്ളൊരു കാര്യമുണ്ട്. ഒരു വശത്ത് നിങ്ങൾ നിങ്ങളുടെ റൈറ്റ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു, നിങ്ങൾ പറയുന്നു പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, ഡിസ്ക്രിമിനേഷൻ ഒന്നും പാടില്ല, വി ആർ ഈക്വൽ ടു മെൻ എന്ന് പറയുന്ന ഒരു ജനറേഷനാണ് അല്ലേ? ശരിയാണ്, ഒരുപാട് റൈറ്റ്സ് ലേഡീസിനും ഉണ്ട്, ജെൻസിൻ്റെ പോലെ തന്നെ. എന്നാൽ ഇന്നും ഞാൻ പറയും രണ്ടും രണ്ട് തന്നെയാണ്. മെൻ ഈസ് ഡിഫറെൻറ്റ്, വിമൻ ഈസ് ഡിഫറെൻറ്റ്. ഈവൻ ദോ നമ്മൾ പറയും മെന്നും വിമനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് പറയുമ്പോഴും ഐ ഡോണ്ട് അഗ്രി ടു ഇറ്റ്. മെന്നിൻ്റേതായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ട്, വിമൻ്റേതായ ക്വാളിറ്റീസ് ഉണ്ട്. ഇപ്പം ഞാൻ അവിടെ ക്വാളിറ്റീസിനെ കുറിച്ച് പറയാനല്ല, ഞാൻ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് പോകുന്ന ആ സ്ത്രീകളോട് ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് ഭർത്താവിൻ്റെ കൂടെ നിൽക്കണ്ട, ശരി, മക്കളെ ഭർത്താവിനെ കാണാൻ സമ്മതിക്കില്ല, പക്ഷെ ആ ഭർത്താവിൻ്റെ പൈസ വേണം മക്കളെ നോക്കാൻ. എന്തിനാണ് ഭർത്താവിൻ്റെ പൈസ വാങ്ങിച്ചിട്ട് മക്കളെ നോക്കണം? നിങ്ങൾ സ്വന്തമായിട്ട് ജീവിക്കൂ, സ്വന്തമായിട്ട് അധ്വാനിക്കൂ, എന്നിട്ട് മക്കളെ നോക്കൂ. അതല്ലേ ശരി? അതാണ് ശരി. ഭർത്താവ് വേണ്ടെന്ന് പറഞ്ഞില്ലേ പോയത്? ഭർത്താവിന് ആ മക്കളെ കാണിക്കുക പോലും ഇല്ല. കാണിക്കണമെങ്കിലോ ഭർത്താവ് ഒന്ന് മക്കളെ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയുടെ വീട്ടുകാരുടെയും കയ്യും കാലും ഈ പുരുഷന്മാർ പിടിക്കണം, ആ കൊച്ചുങ്ങളൊന്ന് കാണാൻ വേണ്ടിയിട്ട്. അതും സമ്മതിക്കില്ല. എന്നാലോ മാസം കൃത്യം ബാങ്കിൽ പൈസ വന്നില്ലെങ്കിൽ ഇവർ ഉടനടി തുടങ്ങും, ഇവരുടെ സ്വഭാവം പുറത്തേക്ക് എടുക്കും. ഇവിടെയാണ് എനിക്ക് ക്വസ്റ്റ്യൻ. അങ്ങനെ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ഒരു വശത്ത് നിങ്ങൾ ഈക്വൽ റൈറ്റ്സിനെ കുറിച്ച് കാര്യങ്ങൾ പറയുമ്പം ഡിപ്പെൻഡ് ആവണ്ട. വൈ ആർ യു ഡിപ്പെൻഡിങ് ഓൺ മെൻ? ഞങ്ങൾക്ക് മെന്നിനെ ഡിപ്പെൻഡ് ചെയ്യണ്ട എന്ന് പറയുന്ന അതേ സ്ത്രീകൾ മക്കളെ നോക്കണമെങ്കിൽ, ഡിവോഴ്സ് കഴിഞ്ഞ് മക്കളെ നോക്കണമെങ്കിൽ എന്തിനാണ് യു ആർ ഡിപ്പെൻഡിങ് ഓൺ മെൻസ് മണി? ഭർത്താവിൻ്റെ പൈസമേൽ ഡിപ്പെൻഡ് എന്തുകൊണ്ട് ചെയ്യുന്നു? സ്വന്തമായിട്ട് ജോലി ചെയ്ത് അധ്വാനിച്ച് മക്കളെ നോക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പുരുഷന്മാരും ഇതൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. മാറ്റങ്ങൾ വരുത്തണം. എല്ലാവിടെയും ലേഡീസിന് വേണ്ടി ലോസ് ഉണ്ട് എന്ന് പറയുമ്പോഴും ജെൻസിന് വേണ്ടി ലോസ് ഉണ്ട്. ഇവിടെയും ഇത്തരം കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഫ്യൂച്ചറിൽ പോയി കഴിഞ്ഞാൽ ഇതിനൊരു മാറ്റം വരുത്താൻ സാധ്യതയുണ്ട്. കമൻറ്റ് പ്ലീസ്.